ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വർഷം അടിപൊളിയാവട്ടെ ഞാൻ ആഗ്രഹിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തു, ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഹൃദയം പറഞ്ഞൊരു ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഈ വർഷം അടിപൊളിയാവട്ടെ ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും ഈ വർഷം എങ്ങനെയാണെന്ന് എനിക്കറിയൂല. അപ്പോൾ എൻ്റെ ഈ ഒരു വർഷം എങ്ങനെയായിട്ട് പെറ്റ്സുമായിട്ടും അതർവൈസ് എല്ലാം ആണ് ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നത് കേട്ടോ. വലിയ ലെങ്തി വീഡിയോ ഒന്നുമില്ല, വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ 2023 എങ്ങനെയായിരുന്നു ഞാൻ ആദ്യം തന്നെ പറയാം. എന്നെ സംബന്ധിച്ചിട്ട് ഇത്രയും വൃത്തികെട്ടൊരു വർഷം, അത് ഇത്രയും വേസ്റ്റായൊരു വർഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. 2023 ഒരു വർഷം എല്ലാം കൊണ്ടും, അതായത് പെറ്റ്സ്പരമായിട്ടും അല്ലാതെയൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്ത് വളരെ കഷ്ടതകൾ അനുഭവിച്ചൊരു വർഷമായിരുന്നു എൻ്റെ ഈ ഒരു വർഷം, 2023 വർഷം. എന്താ വെച്ചാൽ കുറേ ഡിസിഷൻസ് ഞാൻ എടുത്തതൊക്കെ പാളിപ്പോയി, ഭയങ്കരമായിട്ട് പാളി. മാത്രമല്ല പിന്നെ എൻ്റെ പെറ്റ്സുമായിട്ടും എന്താ വെച്ചാൽ പലതരം വീഴ്ചകൾ എനിക്ക് സംഭവിച്ചു. കുറേ ബേഡ്സുകൾ ഡെഡായി, കുറേ ബേഡ്സുകൾ ബ്രീഡാവുന്നില്ല. 1 ഇയർ ആയിട്ട് ബ്രീഡാവാത്ത ബേഡ്സ് എൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ അതായത് 2022, 20, 21, 22 വെച്ചാൽ എന്നെ സംബന്ധിച്ച് അടിപൊളിയായിരുന്നു. കാരണം പെറ്റ്സൊക്കെ അടിപൊളിയായി ഇറങ്ങുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട് പണിയായിട്ടും കൂടി കുറേ പെറ്റ്സിനെ ഞാൻ കുറേ പെറ്റ്സിനെ കൊടുത്ത് ഒഴിവാക്കിയിരുന്നു കേട്ടോ. പക്ഷെ അതിനൊക്കെ നല്ല ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു 2021, 22 കാലങ്ങളിൽ കേട്ടോ. നന്നായിട്ട് ബ്രീഡാവുന്നു കുറേ ബേഡ്സുകൾ. 2023 ഞാൻ കുറച്ച് ബേഡ്സുകൾ അഡീഷണൽ വാങ്ങാൻ തുടങ്ങിയത്. അതുവരെ എൻ്റെ ഉള്ള ബേഡ്സ് എന്ന് വെച്ചാൽ ഫിഞ്ചസുകൾ, ബജ്ജീസുകൾ, അങ്ങനത്തെ ബേഡ്സുകളായിരുന്നു കേട്ടോ എൻ്റെ ഉണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഞാൻ 2023 കൊനൂർസ്, സൺകൊനൂർസ്, അങ്ങനത്തെ വലിയ വലിയ ബേഡ്സുകളെ വാങ്ങാൻ തുടങ്ങിയത്. അപ്പം അതുവരെ നമ്മളെ ഇവർ സൈലൻ്റ് ആയിരിക്കും, ഏത് സമയം കുഴപ്പങ്ങളൊന്നുമില്ല, ഒക്കെ സൈലൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഈ 23 ഞാൻ സൺകൊനൂർസുകളെ 2022 അവസാനത്തോട് 23 കൂടിയാണ് ഞാൻ സൺകൊനൂർസ്, അങ്ങനത്തെ കൊനൂർസ് ഐറ്റംസ് കുറച്ച് വലിയ ബേഡ്സുകളെ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ കൊനൂർസുകൾ ആദ്യം എൻ്റെ ഉണ്ടായിരുന്നു, ആ സമയത്താണ് പിന്നെ സൺകൊനൂർസിനെ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു, വന്ന സമയത്ത് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു, ഒരു എഗ്ഗൊക്കെ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് പിന്നെ എൻ്റെ സൺകൊനൂർസുകൾ കയറാൻ തുടങ്ങി. 4 പേർ 5 പേരോളമായി. അപ്പോൾ അതിന് ശേഷം കുറച്ച് ഇഷ്യൂസ് എന്ന് വെച്ചാൽ ഇവരെ സൗണ്ട് കാരണം മറ്റുള്ള ബേഡ്സുകളൊന്നും ബ്രീഡ് ആവാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോയി. അത് മാത്രമല്ല റെഗുലർ എൻ്റെ ഇന്ന് ഒരു പേരെന്ന് കുട്ടികൾ ഡെഡ് ആവുന്ന വെച്ചാൽ വളരെ അപൂർവങ്ങളായിരുന്നു. അതായത് ഇപ്പോൾ ഫിഞ്ചസുകൾ തന്നെ ആയിക്കോട്ടെ, ഫിഞ്ചസുകൾ എന്ന് വെച്ചാൽ ഏകദേശം ഒരു എനിക്കൊരു 10-15 പേരുണ്ട്, ബ്രീഡിംഗ് ബേസ് തന്നെ ഉണ്ട്. ആ ബ്രീഡിംഗ് ബേസിൽ ചില സമയത്ത് 6 എഗ് ചെയ്യും, ചില 5 എഗ് ചെയ്യും. യൂഷ്വലി ആ 5 എഗ്ഗും 6 എഗ്ഗും ചെയ്യുന്ന ബേഡ്സുകൾ അങ്ങനെ തന്നെ 4 കുട്ടികൾ 5 കുട്ടികൾ എനിക്ക് കിട്ടാറുണ്ട്. വളരെ അപൂർവമായിട്ട് ഞാൻ കുറച്ച് ഹാൻഡ് ഫീഡും ചെയ്യും. അത് വെച്ചാൽ ഓരോ സപ്പോർട്ട്, പാരൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹാൻഡ് ഫീഡും ചെയ്യുന്നു. കാരണം 5 ബേഡ്സ് 6 ബേഡ്സ് ഒക്കെ 5 കുട്ടികളൊക്കെ ഇറങ്ങുന്ന 5 കുട്ടികൾ 4 കുട്ടികളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ബേഡ്സ് അങ്ങനെ ഫുഡ് കൊടുത്താൽ ഒരു വട്ടം വീക്കാവും. അപ്പം ഞാൻ തന്നെ സപ്പോർട്ടിങ് ഹാൻഡ് ഫീഡ് കൊടുക്കാറുണ്ടായിരുന്നു മിക്ക എൻ്റെ ചിക്സുകൾക്കും. അപ്പോൾ അങ്ങനെ ഒരു സമയമായിരുന്നു 22, 23 തൊട്ട്, അല്ലെ 22, 21, 22 ആ ഒരു വർഷങ്ങൾ നല്ല സെയിൽ ഉണ്ടായിരുന്നു. നല്ല അത്യാവശ്യം നല്ല മാർക്കറ്റ് കാര്യങ്ങളുണ്ടായിരുന്നു ബേഡ്സിന്. നന്നായിട്ട് ഞാൻ സെയിൽ ചെയ്തിരുന്നു കേട്ടോ മിക്ക ബേഡ്സുകളും. ആ സമയം ഞാൻ ഓരോന്നിനെ, അതായത് ബജ്ജീസിനെ, ഷോ ബജ്ജീസ്, റെയിൻബോസ്, ഹെലികോപ്റ്റേഴ്സ്, അങ്ങനെ കുറേ ബേഡ്സിനെ ഞാൻ പുതിയതായി കൊണ്ടുവരാൻ തുടങ്ങി. അത് ഇവിടെ നിലവിൽ വയനാട്ടിൽ എനിക്ക് കിട്ടാൻ വളരെ റിസ്ക്കാണ്. അതായത് ഷോ ബജ്ജീസ് വയനാട്ടിൽ ചെയ്യുന്നവർ വളരെ കുറവാണ്, ഹെലികോപ്റ്റർ ബജ്ജീസ് വയനാട്ടിൽ ചെയ്യുന്നവർ കുറവാണ്, റെയിൻബോ ബജ്ജീസ് വയനാട്ടിൽ ചെയ്യുന്നവർ കുറവാണ്. അങ്ങനെ കുറച്ച് ബേഡ്സുകൾ വയനാട്ടിൽ ചെയ്യുന്നവർ കുറവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവരെ കൊണ്ടുവരാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ വന്നിപ്പോൾ കുറേ പേര് ഇവിടെ വന്ന് കാണുക, അവർക്കൊക്കെ എന്താ വെച്ചാൽ ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഇങ്ങനത്തെ ബേഡ്സ് ഇവിടെ കണ്ടിട്ടില്ല. അതിനൊക്കെ വലിയ ഏറ്റവും വെച്ച് വെച്ചാൽ ഷോ ബജ്ജീസൊക്കെ വെച്ചാൽ അത്രയും വില ഡിഫറെൻ്റ് ആയിരുന്നു. 4000, 6000 ഒക്കെ വരുന്നുണ്ട് ഒരു പെയറിന് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഉള്ളവർ വന്നാലും ഇത് വലിയ ലവ് ബേഡ്സ് എന്നാ ചോദിക്കുക. കാരണം ഇവിടുത്തെ ഉള്ളവർ കണ്ടിട്ടില്ല അതിനൊന്നും, അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊരു രസമായിരുന്നു അത്. പിന്നെ 23, ഞാൻ യൂഷ്വലി ഞാൻ പറയുന്നത് 23 കാലഘട്ടം കേട്ടോ. എന്നെ സംബന്ധിച്ച് ഇത്രയും ഒരു എന്താ പറയുക വേസ്റ്റായൊരു വർഷം എന്നുള്ളത് എനിക്ക് അങ്ങനെ തന്നെ പറയണം. വേസ്റ്റ് അറിയുന്നു, വേസ്റ്റ് ഓഫ് ഇയർ എന്ന് വെച്ചാൽ അത്രയും വേസ്റ്റ് ചെയ്യുന്നു. അതിലാണ് സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് എനിക്ക് ബേഡ്സുകളിലേക്കുള്ള ശ്രദ്ധ ആകെ തെറ്റിപ്പോയി. പക്ഷികളെ ശ്രദ്ധിക്കാൻ കഴിയാത്തൊരവസ്ഥയായി.
പിന്നെ വീട് മാറില്ല അവസ്ഥയായി. അപ്പോൾ ബേഡ്സുകളെ ശ്രദ്ധിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ തന്നെ റെഗുലർ എന്ന് വെച്ചാൽ റെഗുലർ വീക്കിലി 2 വട്ടം ഞാൻ എഗ് ഫുഡ് കാര്യങ്ങൾ കൊടുക്കുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയി കൊടുക്കുന്നതാണ് ഞാൻ. അപ്പം ആ ഒരു സമയത്താണ് ഇങ്ങനൊരു സംഭവം വരുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഹെൽത്ത് പരമായിട്ട് കുറച്ച് ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ അതിനോടുകൂടി എനിക്ക് ബേഡ്സുകളേക്കുള്ള ശ്രദ്ധ മാറിപ്പോയി. അത് ജനുവരി തൊട്ടിട്ട് ജനുവരി 18 ആദ്യമായിട്ട് എൻ്റെ ഒരു ബേഡിന് എഗ് ബൈൻഡിങ് വരുന്നത്. ജനുവരി 18 കേട്ടോ. അത്ര എനിക്ക് ഓർമ്മ കാരണം വെച്ചാൽ ഫസ്റ്റ് ടൈം എൻ്റെ ആവറേജിൽ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഒരു ബേഡിന് എഗ് ബൈൻഡിങ് വരുന്നത്. 6 എഗ് 7ാമത്തെ എഗ് ബൈൻഡിങ് ആയി. ഒരു പൈനാപ്പിൾ കൊന്നൂറാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ അടുത്ത് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവിടെ തന്നെ ഒരു കുളപ്പാറ നമ്മളെ ബത്തേരി തന്നെ കേട്ടോ. ബത്തേരി തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്, നല്ല അത്യാവശ്യം അടിപൊളി ഹോസ്പിറ്റലാണ്. വയനാട് പെറ്റ്സ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ്. നല്ല കെയറിങ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുപോയ ഡോക്ടർ എഗ് ബൈൻഡിങ് ആണ്. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കണ്ട, അറ്റൻഷൻ കൊടുക്കാനോ കാര്യങ്ങൾക്ക്. അപ്പം നമുക്ക് സാധാരണ ഇതുവരെ എനിക്ക് ഇവിടെ വന്നിട്ടില്ല, എഗ് ബൈൻഡിങ് വന്നിട്ടില്ല ബേഡ്സ്. കാരണം എഗ് ബൈൻഡിങ് വരാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം സീബ്ര ഫിഞ്ചസിന് അടക്കം നമ്മൾ കൊടുക്കുന്ന ഫുഡ് അത്ര നല്ല ഫുഡുകളാണ് കൊടുക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് കുറച്ച് ബ്രീഡേഴ്സ് അപ്പോൾ തന്നെ കോൾ ചെയ്ത് ഒരു എഗ് ബൈൻഡിങ് ആണ് കാര്യങ്ങൾ, പ്രസ് ചെയ്യണ്ട കാരണം ഓൾറെഡി ബേഡ് വീക്കാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രസ് ചെയ്യണ്ട, വേറെ വല്ലതും ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് തന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ തന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ആ എഗ് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് അതിന് ശേഷം എഗ് പൊട്ടിച്ച് അത് പുറത്തേക്ക് എടുത്തു കേട്ടോ. വിഷയമൊന്നുമില്ല, ബേഡ് ഉഷാറായിരുന്നു, ബേഡ് ഹെൽത്തി ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എഗ്ഗിലേക്ക് വെച്ചില്ല, കാരണം ഒന്നാമത് ബേഡ് വീക്കാണ്, പിന്നെ ഇവിടെ കഴിക്കില്ല, ഫുഡും കഴിക്കില്ല. അപ്പോൾ ബേഡിന് വെച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വന്നത് ഒരു പേര് സൺകുനൂർ ഇതേപോലെ എഗ്ഗിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വന്നത് നമ്മളെ കുറച്ച് ബജ്ജീസ് വന്നിരുന്നു. ബജ്ജീസ് വന്ന് ഫുള്ളും എനിക്ക് ഉണ്ട കിട്ടിയ പോലെയായിരുന്നു. ഒക്കെ വേസ്റ്റ് ബജ്ജീസ് ആയിരുന്നു. വേസ്റ്റ് മീൻസ് എന്താ വെച്ചാൽ അങ്ങനെ വേസ്റ്റ് എല്ലാവരും ഒരു ഹെൽത്ത് കുറവ് കാര്യങ്ങൾ അവർക്ക് ഞാൻ എണ്ണം എടുത്തോട്ടോ. പക്ഷെ എനിക്ക് കുറേ പേര് ഡെഡായി, അതിലും ഡെഡായിട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, മരണങ്ങൾ കൊണ്ട് എൻ്റെ പക്ഷികൾ ഡെഡായതിന് ഒരു കൈ കണക്കില്ലാത്തൊരു വർഷം ഈ വർഷം 2023 ഈ എൻഡ് വരെ. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തതിൽ വരെ നിങ്ങൾക്കറിയാം അത്രയും പേര്, അതായത് റംബ് റെയിൻബോ എന്നൊക്കെ പറഞ്ഞ് ഡെഡിൻ്റെ ഒരു അയ്യര് കളിയുന്നു. അതുവരെ ഒരു മരണമില്ലാത്തൊരു ഒരു മരണം, ഒരു ബേഡ്സ് ഡെഡ് ആവാത്തൊരു കൺഫേം 100% ഞാൻ പറയും, 100%. അതായത് ചിക്സ് വരെ വളരെ അപൂർവങ്ങളിൽ, അതായത് ഒരു 7 മാസത്തിൽ ഒന്നൊക്കെ ഡെഡായുള്ളൂ കേട്ടോ. കാരണം അത്രയും കെയറിങ്ങിലും ഹീറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു കേജാണ് നമ്മളത് നിലവിൽ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ ഒരു വർഷം എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു ഞാൻ പോയിരുന്നത്. പിന്നെ വെച്ചാൽ അതിന് ശേഷം വന്ന ബേഡ്സുകൾ, അതായത് സൺകുനൂർസ് തന്നെ വന്ന റെഡ് ഫാക്ടർ ഒരു ഫീമെയിൽ, അതൊക്കെ വന്ന കോലം തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു എത്തിയിരുന്നത്. ഇതൊന്നും നമ്മൾ കണ്ടു വാങ്ങുന്നില്ല, നമ്മൾ ഫോണിൽ കൂടെ ഉള്ള ബന്ധങ്ങളിലൂടെ വാങ്ങുന്നതാണ്, ഒരു ട്രസ്റ്റ് വെച്ച് വാങ്ങുന്നതാണ്. അപ്പം അവിടെ നിന്ന് അയക്കുന്നവർക്ക് പറയാം, കാരണം വെച്ചാൽ ഓരോ ക്ലൈമറ്റുമായിട്ട് നല്ല റിലേറ്റഡ്, നല്ല ആ അറ്റ്മോസ്ഫിയറിൽ വളരെ ഫ്രണ്ട്ലി ആയി ജീവിക്കുന്ന ബേഡായിരിക്കും അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ക്ലൈമറ്റ്, വയനാട് ക്ലൈമറ്റ് വെച്ചാൽ എന്ത് ക്ലൈമറ്റാന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ചിലപ്പോൾ നല്ല വെയിലുണ്ടാവും, ചിലപ്പോൾ വൈകുന്നേരം മഴയും പെയ്യും, രാത്രി മഞ്ഞാവും. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് വയനാടിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ചൂടിൽ നിന്ന് വന്നിട്ട് തണുപ്പിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ബേഡ് ഓൾറെഡി വീക്കായി പോകും. അപ്പോൾ ബേഡിന്റെ രോഗങ്ങളൊക്കെ ബേഡ് പുറത്തൊക്കെ എടുത്ത് കാണിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. റെഡ് ഫാക്ടർ വലിയ നല്ല വില തന്നെയാണ്, അത്യാവശ്യം നല്ല എക്സ്പെൻസിൻ്റെ ഒരു ബേഡാണ് വന്നത്. അതൊരു കുറച്ച് ഇഷ്യൂ, കുഴപ്പമില്ല, ഒരു റെഡി ആയിട്ടുണ്ട്, അവരൊക്കെ റെഡിയായി റീഡിങ്ങിലേക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഫസ്റ്റ് ഞാൻ കൃത്യം ഡേറ്റ് എനിക്ക് ഓർമ്മ വെക്കാൻ കാരണം എന്താ വെച്ചാൽ, ഞാനൊരു കലണ്ടർ എൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളെ എല്ലാ ഏവരീസിലും മിക്ക ബ്രീഡേഴ്സും കലണ്ടർ യൂസ് ചെയ്യാറുണ്ട് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. കാരണം എഗ്ഗ് ചെയ്യുന്നവരൊക്കെ നമ്മളപ്പോൾ എഴുതി വെക്കും. കാരണം വെച്ചാൽ ആ ഒരു എഗ്ഗിങ് പീരീഡ് കഴിഞ്ഞാൽ, അതായത് ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞാൽ പോലും അധികമായിട്ട് ബേഡ്സിനെ കിടത്തേണ്ട ആവശ്യമില്ല. ഇവർ കിടക്കും, ഇവരിങ്ങനെ കിടന്നുകൊണ്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ എഗ്ഗ് മാറ്റി വെച്ചാൽ പിന്നെ ഒരു അടുത്തൊന്ന് ഫുഡ് കഴിച്ച് സെറ്റായി ഹെൽത്തി ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇത്രയും ഓർമ്മ ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കലണ്ടറിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഫെബ്രുവരി ഒരു 26, കാരണം 28-ന് എൻ്റെ ബർത്ത്ഡേ ആണ്. 26-ന് ഞങ്ങൾ മുത്തുപ്പങ്കാവ് പോയി വന്ന സമയത്ത്
എൻ്റെ എൻ്റെ ഹെലികോപ്റ്ററിൽ 5 ചിക്സ് ഇറങ്ങിയിൽ 5 ചിക്സും ഡെഡായ ഒരു അവസ്ഥ വെച്ചാൽ ഞാൻ വന്ന് നോക്കുമ്പോൾ ഫുൾ ഡെഡായി കിടക്കുകയാണ്. ഞാൻ വന്ന് നോക്കുമ്പോൾ തന്നെ താഴെ തന്നെ ഒരാൾ ഡെഡായി കിടക്കുന്നത്. കേജ് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഫുൾ ഡെഡായി കിടക്കുന്നു. മാനസികമായിട്ട് വളരെ ഡൗൺ ആയിപ്പോയി ഞാൻ. വളരെ വളരെ ഡൗൺ ആയിപ്പോയി. അതൊരു സമയം ഞാൻ പറഞ്ഞില്ലേ, ഫെബ്രുവരി ആ ഒരു സമയത്ത് എന്നെ സംബന്ധിച്ചിട്ട് അത് ഫെബ്രുവരി മാസം. പിന്നെ മാർച്ചിൽ വെച്ചാൽ ഇതേപോലെ നെക്സ്റ്റ് നമ്മളെ സ്മോൾ കോൺവേഴ്സ് ഒക്കെ എഗ് ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയി. ഒറ്റ ഒരു പേണ് റിസൾട്ട് ഇല്ല. മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസം ഫിഞ്ചസുകളിൽ പോലും ഒരു ബേഡ് റിസൾട്ട് ഇല്ലാണ്ടായിപ്പോയി. ഒരു ബേഡ് റിസൾട്ട് ഇരുന്നില്ല. അതായത് പ്രോബയോട്ടിക്സും ഡീവാമിങ് കാര്യങ്ങളൊക്കെ അത്രയും പെർഫെക്ഷനിലൂടെ ചെയ്തിട്ട് പോലും ഒരു ബേഡ് നമുക്ക് റിസൾട്ട് തരാത്തൊരവസ്ഥ എന്ന് വെച്ചാൽ വളരെ ദയനീയമായിരുന്നു. വളരെ ദയനീയം എന്ന് വെച്ചാൽ വളരെ ദയനീയം. കാരണം എന്താ സംഭവിച്ചത് എനിക്ക് പോലും അറിയാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ അത്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പറയണ്ട, പെറ്റ്സുമായിട്ട് ഞാൻ മെന്റലി തളർന്നു പോയി ഇങ്ങനത്തെ കേസായിട്ട് വന്നപ്പോൾ. കാരണം അതുവരെ ഞാൻ പറഞ്ഞ വെച്ചാൽ കൂടുതൽ ഇടാണ്ടാവില്ലേ നമുക്ക് ബേഡ്സിനെ കൊണ്ടിട്ട്. എനിക്കിപ്പോൾ ഫ്ലൈയിങ് കേജിലേക്ക് ഇട്ടിട്ട്, അതായത് നമ്മളെ സീബ്രാസിനൊക്കെ ഫ്ലൈയിങ് കേജിൽ ഇട്ട് പിന്നെ ഇടാനുള്ള ഗ്യാപ്പ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോയി. അങ്ങനത്തെ സമയത്ത് നിന്ന് പിന്നെ കൂടുതൽ കാലിയാവാൻ തുടങ്ങി. എങ്ങനെ ബേഡ്സിൽ ഡെഡായിട്ട് കൂടുതൽ കാലിയാവാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്ന് അപ്പോഴും ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ ഒരിക്കലും നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. കാരണം ഇന്ന് ഞാൻ ഏത് നിലയിലാണോ, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും മോശപ്പെട്ട സമയത്ത് എന്നെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തത് എൻ്റെ പെറ്റ്സ് തന്നെയാണ്. എന്നെ അത്രയും എൻ്റെ ഏറ്റവും ബേസ് സമയത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ടും എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത് പെറ്റ്സാണ്. ആ പെറ്റ്സിന് പോയിട്ടുന്ന മിക്ക ആൾക്കാർക്കും അറിയാം. പെറ്റ്സിനെ പോയിട്ടുന്ന മിക്ക ആൾക്കാർക്കും അറിയാം ഓരോ ഏറ്റവും മോശപ്പെട്ട സമയത്ത് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഐറ്റങ്ങളിൽ നിന്നുള്ള ഹെൽപ്പിംഗ് വളരെ വലുതാണ്. അപ്പോൾ എൻ്റെ വീട് പണിക്കുള്ള സമയത്ത് നല്ലൊരു ഫണ്ട് എനിക്ക് നിന്നാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഞാൻ ഈ ജോബിൽ നിന്ന് മാറിയിരുന്നു. നല്ല പല വിഷയങ്ങൾ വന്ന സമയത്തും എന്നെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നു, നല്ല സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും നിർത്താനില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഞാൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസയും കാര്യങ്ങളൊക്കെ എനിക്ക് തിരിച്ചുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവരെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം ഞാൻ അതിലൊന്നും വിശ്വസിക്കില്ല. ഞാൻ എന്തോ ഇപ്പോൾ പലരും തെന കൊടുക്കാൻ വരെ കിലോന് 80 രൂപ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഇന്ന് വരെ ഫുഡിന് നോ കോംപ്രമൈസ് ആണ്. കാരണം നമ്മൾ കൊടുത്ത് നമ്മൾ നോക്കിയോ ഇവർ നമ്മൾ തിരിച്ചു നോക്കും, അത് കൺഫേം ആണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള സമയത്ത് കൂടി ഞാൻ നിർത്തിയിട്ടില്ല. അപ്പം ഞാൻ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ബേഡ്സ് ചത്ത് തന്നെ ഇനി വയ്യ മടുത്ത് തന്നെ ഒരിക്കലും നിർത്തും ചെയ്യരുത് കേട്ടോ. കാരണം അത് നെക്സ്റ്റ് സ്റ്റെപ്പ് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല സ്റ്റെപ്പിലേക്ക് നിങ്ങൾ അടുത്ത കാൽച്ചൂടെ വെക്കുന്നത് കേട്ടോ. അപ്പം അതൊരിക്കലും ബേഡ്സ് ഡെഡായി ഇനിയിപ്പോൾ വയ്യ മടുത്തെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിർത്തരുത്. മാക്സിമം ഇവരെ നോക്കാൻ കഴിയുന്നത്ര നോക്കുക. പിന്നെ ഈ മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും ബേജാറാവേണ്ട. ഫ്യൂച്ചറിൽ നല്ലൊരു മാർക്കറ്റ്, അതായത് നല്ലൊരു ബേഡ്സ് മാർക്കറ്റ് നന്നായിട്ട് വരുന്നതാണ് ഇപ്പോഴും ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് വലിയൊരു ഡെഡ് മാർക്കറ്റ് അല്ല കേട്ടോ. അപ്പം അതിന് കഴിഞ്ഞ പോലെ തന്നെ ഞാൻ ഇവർക്ക് ഫുഡ് കാര്യങ്ങളൊന്നും എനിക്ക് വിഷയമല്ലോ, ഞാൻ കൊടുത്തോണ്ടിന്ന്. പിന്നെ ഈ അവസാനം വന്ന 2-3 മാസം ഒരു ബേഡ്സ് വരുന്ന്, എൻ്റെ എല്ലാ ബേഡ്സും സൂക്കേട് പിടിക്കുന്നു. ഫുൾ എല്ലാ ബേഡ്സും ബ്രീഡിങ് അടക്കം സ്റ്റോപ്പ് ചെയ്ത് ക്വാറന്റൈനിലേക്ക് ഞാൻ ഇടുന്ന്. ഡെഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കുട്ടികൾ ഡെഡാവുന്ന്, പേരൻസുകൾ ഡെഡാവുന്ന്. പുലർച്ചെ 1:30, 2 മണി 3 മണി വരെ ഇരുന്നിട്ട് ഞാൻ ബേഡ്സുകൾക്ക് ഫുഡ് കൊടുത്ത ടൈം ഉണ്ടായിട്ടുണ്ട്. ബേഡ്സിനെ നോക്കിയ സമയങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഇവർ മോഷനിലൂടെയാണ് ഞാൻ ഇവരെ ട്രീറ്റ്മെന്റ് ചെയ്യാറ്. അപ്പോൾ മോഷൻ ക്ലിയർ ആവുന്നവരെ മനസ്സുമാനെ കിടന്നുറങ്ങാത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട്. കൃത്യം പറയുകയാണെങ്കിൽ 3 ആഴ്ച ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ ശരീരമൊക്കെ പറ്റേ വീക്കായി പോയി. നല്ല വെയിറ്റ് ലോസ് ആയി പോയി ഞാൻ വളരെ. കാരണം ടെൻഷനും ഇവർക്ക് എന്താ സംഭവിക്കും. കാരണം എല്ലാം വലിയ വലിയ എക്സ്പെൻസീവ് ബേഡാണ്. അതെൻ്റെ തെറ്റാണ്, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടത്. അപ്പം അത്തരം അവസ്ഥകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ 2023 കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വളരെ വേസ്റ്റായ കാലഘട്ടം. ഇനി 2024 എന്നെ സംബന്ധിച്ച് നല്ലതാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോഴും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ നല്ലൊരു 2024 ഇപ്പം എങ്ങനെ വന്നതൊന്നും എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്കും 2024 എന്നൊരു വർഷം വളരെ സന്തോഷപൂർവ്വമായിട്ട് ഞാൻ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ കേട്ടോ.